യേശുമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ആരാധന ക്രമവത്സരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാലത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്, പിറവിക്കാലം. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം, മറ്റു കാലങ്ങളൊക്കെ ശ്രേഷ്ഠമല്ലേ എന്ന്. എല്ലാം ശ്രേഷ്ഠമാണ്, മറ്റു കാലങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്. പക്ഷേ മറ്റെല്ലാ കാലവും ശ്രേഷ്ഠമായത് ഈ ഒരു കാലത്തോടു കൂടിയാണ്, അവൻ്റെ ജനനത്തോടു കൂടി, ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരോട് മാതാപിതാക്കൾ കൂടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ നിനക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന്. പൊതുവേ ആ ചോദ്യത്തിന് കുഞ്ഞുങ്ങൾ മറുപടി പറയുന്നത്, എനിക്ക് ഡാഡീനെയും മമ്മീനെയും രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് പറയും. പക്ഷേ ആ ഉത്തരം കൊണ്ട് മാതാപിതാക്കൾ തൃപ്തി വരില്ല. ചിലപ്പോൾ ഡാഡി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പറ, ഡാഡിയെ മോൻ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അളവ് പറഞ്ഞു തരാൻ അറിയില്ല. ചിലപ്പോൾ രണ്ട് കൈ ഇങ്ങനെ അകത്തി പിടിച്ചുകൊണ്ട് പറയും, ഡാഡീനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മമ്മി ചോദിക്കും, അപ്പോൾ എന്നെയോ? മമ്മീനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ അളവുകളൊക്കെ അവർ പ്രകടിപ്പിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം പറയാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മളോട് മാതാപിതാക്കൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, എനിക്ക് തോന്നുന്നു ഇതേ ചോദ്യം തന്നെ നാം ദൈവത്തിനോട് ആവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവം നൽകിയേക്കാവുന്ന ഉത്തരമാണ് ക്രിസ്തുമസ്. ഒരുപക്ഷെ ക്രിസ്തുമസിനെ ഇതിലും ലളിതമായിട്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് എനിക്കറിയില്ല. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ, നിന്നെ, എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ക്രിസ്തുമസ് ദിനത്തിൽ ദൈവം വിളിച്ചു പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ മനസ്സ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുമസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം കൊണ്ടുവരുന്ന ആഘോഷമായിട്ട് മാറും. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തായിരിക്കാം കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ജനിച്ചത് അവന് വേണ്ടി ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അവൻ ജനിച്ചത് അവന് വേണ്ടി ആയിരുന്നില്ല. നമ്മളൊക്കെ ജനിക്കുന്നതും ജീവിക്കുന്നതും ആത്യന്തികമായിട്ട് നമുക്കൊക്കെ വേണ്ടി തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ. എന്നാൽ ക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ ജനനം അവന് വേണ്ടിയായിരുന്നില്ല. അവൻ്റെ ജീവിതം അവന് വേണ്ടിയായിരുന്നില്ല. അവൻ്റെ മരണവും അവന് വേണ്ടിയായിരുന്നില്ല. ഈ അടുത്തിടെ വായിച്ച മനോഹരമായിട്ടുള്ളൊരു കൊച്ചു കഥയുണ്ട്. ഒരു യുവാവ് ഒരു ഗ്രാമത്തിലേക്ക് താമസിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്യുന്ന ഇടം സെമിത്തേരി ആയിപ്പോയി. അവിടെ ചെന്ന് അദ്ദേഹം കുഴിമാടങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച, അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ 20 വയസ്സിന് താഴെയാണ് പ്രായം. അദ്ദേഹം പേടിച്ച് ആ ഗ്രാമം വിട്ട് പോകാനൊരുങ്ങിയപ്പോൾ വഴിയിൽ കണ്ട ഗ്രാമീണനോട് ചോദിക്കുന്നുണ്ട്, എന്തേ ഇവിടെയുള്ളവർക്കൊക്കെ 20 വയസ്സിൽ താഴെ മാത്രം പ്രായം? അപ്പോൾ ആ മനുഷ്യൻ ഇയാളോട് പറഞ്ഞു, സഹോദര, ഇവിടെയുള്ളവർക്കൊക്കെ 60 വയസ്സിന് മുകളിലുണ്ട് പ്രായം. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഡയറി എഴുതും. അപ്പോൾ ഒരാളുടെ മരണത്തിന് ശേഷം ഞങ്ങൾ പോയിട്ട് അയാളുടെ ഡയറി പരിശോധിക്കും. ആ ഡയറിയിൽ അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ദിനങ്ങളെ മാത്രമേ ഞങ്ങൾ ആയുസ്സിൻ്റെ കണക്കിൽ പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മരിച്ചു കിടക്കുന്നവർക്കൊക്കെ 20 വയസ്സിൽ താഴെ പ്രായമായിട്ടുള്ളത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ദിവസങ്ങളെ മാത്രമേ ദൈവവും മനുഷ്യനും ആയുസ്സിൻ്റെ കണക്കിൽ പെടുത്തുകയുള്ളൂ എന്ന് സാരം. സ്നേഹമുള്ളവരെ, ഇനി ചിന്തിക്കുക, ക്രിസ്തു ജനിച്ചത് അവന് വേണ്ടിയായിരുന്നില്ല. ക്രിസ്തു ജീവിച്ചത് അവന് വേണ്ടിയായിരുന്നില്ല. ക്രിസ്തു മരിച്ചതും അവന് വേണ്ടിയായിരുന്നില്ല, നമുക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്, സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് എന്ന് പറയുന്നത്. സ്നേഹം അവതരിച്ച ദിവസമാണ് ക്രിസ്തുമസ് എങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആഘോഷം സ്നേഹിച്ചുകൊണ്ട് തന്നെയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പരിഗണിച്ചും മറ്റുള്ളവരെ ആദരിച്ചും ഈ പുണ്യദിനങ്ങൾ നമുക്ക് മനോഹരമാക്കാം. ദൈവം അത് മാത്രമാണ് നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്.
അതുകൊണ്ട് വിശുദ്ധി നിറഞ്ഞ ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമ്മുടെ ജീവിതം വേദിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.